HSST സിലബസിലെ IT സെക്യൂരിറ്റിയുടെ ഭാഗമായുള്ള രണ്ടാമത്തെ മൊഡ്യൂൾ ക്രിപ്റ്റോഗ്രഫിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ക്രിപ്റ്റോഗ്രഫി എന്താണ് എന്ന് നമ്മൾ ആദ്യം ഒന്ന് ചെറുതായി മനസ്സിലാക്കണം. ക്രിപ്റ്റോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആക്ച്വലി ഒരു ക്രിപ്റ്റോ സിസ്റ്റത്തിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. ക്രിപ്റ്റോ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ സിഫർ സിസ്റ്റം എന്നും വിളിക്കും. സിഫർ സിസ്റ്റം എന്ന് നമ്മൾ എന്തിനെ വിളിക്കും? ഈ ഒരു സിസ്റ്റത്തിനെ വിളിക്കും. ക്രിപ്റ്റോ സിസ്റ്റത്തിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്? സിഫർ. ഈ ഒരു പേര് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇനി കുറച്ച് ഭാഗങ്ങളിലൊക്കെ ഇത് കേൾക്കും. സിഫർ സിസ്റ്റം എന്നും ഇതിനെ വിളിക്കും. ഓക്കെ ആണല്ലോ. അപ്പം ഇതിനെക്കുറിച്ചുള്ളൊരു സ്റ്റഡിയാണ് ആക്ച്വലി എന്ത് നമ്മുടെ ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്നത്. സോ ക്രിപ്റ്റോഗ്രഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ്? ക്രിപ്റ്റോ സിസ്റ്റത്തിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. ഈ ക്രിപ്റ്റോ സിസ്റ്റത്തിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്? സിഫർ സിസ്റ്റം എന്നുള്ളത്. ഓക്കെ, എന്തായി ക്രിപ്റ്റോ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആക്ച്വലി ഒരു എൻക്രിപ്ഷൻ അൽഗോരിതം, ഡീക്രിപ്ഷൻ അൽഗോരിതം എല്ലാം വരുന്ന ഒരു സിസ്റ്റമാണ്. ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ ആദ്യം പറഞ്ഞു തരാം. ഇപ്പോൾ നമ്മളൊരു കീ ആദ്യം ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കീ ഈസ് ഈക്വൽ ടു 3 ആണ് നമ്മൾ സെറ്റ് ചെയ്തതെന്ന് വിചാരിക്കാം. നമുക്കൊരു പ്ലെയിൻ ടെക്സ്റ്റ് ഉണ്ട്. നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെൻഡ് ചെയ്യുന്ന ടെക്സ്റ്റ് ആണ്. ഈ ടെക്സ്റ്റ് നമ്മൾ നെറ്റ്വർക്ക് സെക്യൂരിറ്റി ആണല്ലോ. അപ്പോൾ നെറ്റ്വർക്കിലൂടെ നമ്മളൊരു പ്ലെയിൻ ടെക്സ്റ്റ് സെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പ്ലെയിൻ ടെക്സ്റ്റ് എന്തായിരിക്കണം? അത് വേറെ ഇടയിലുള്ള ഹാക്കേഴ്സിനൊന്നും കിട്ടാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റണം എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പം ഞാനിവിടെ സെൻഡ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ എന്നുള്ളൊരു വേർഡാണെന്ന് വിചാരിക്കുക. അതാണ് നമ്മുടെ സീക്രട്ട് ആയിട്ടുള്ളൊരു ടെക്സ്റ്റ്. കീ നമ്മൾ 3 ആയിട്ട് സെറ്റ് ചെയ്തു. അപ്പോൾ ഒരു ക്രിപ്റ്റോ സിസ്റ്റം ആണെങ്കിൽ ഈ പ്ലെയിൻ ടെക്സ്റ്റിനെ എന്ത് ചെയ്യും? എൻക്രിപ്റ്റ് ചെയ്യും. എൻക്രിപ്റ്റ് ചെയ്യും എന്ന് വെച്ചാൽ നമുക്ക് വായിച്ചാൽ മനസ്സിലാവാത്തൊരു ഫോമിലേക്ക് മാറ്റും. യൂസിങ് സം കീ ആയിരിക്കും. മനസ്സിലായോ? ഇവിടെ എന്താ കീ? 3 ആണ്. അപ്പം നമുക്കൊരു പുതിയ ടെക്സ്റ്റ് കിട്ടും. അതിനെയാണ് എന്തെന്ന് വിളിക്കുക? സിഫർ ടെക്സ്റ്റ് എന്ന് വിളിക്കുക. മനസ്സിലായോ? ഈ സിഫർ ടെക്സ്റ്റിനെ നമുക്ക് ഡീക്രിപ്റ്റ് ചെയ്യണം. അതായത് തിരിച്ച് മാറ്റിയാലാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ? നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഈ സെയിം കീ യൂസ് ചെയ്തിട്ട് തന്നെ ഇതിനെ എന്ത് ചെയ്യും? ഡീക്രിപ്റ്റും ചെയ്യും. ക്ലിയർ ആയോ? അപ്പോൾ എൻക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിഫർ ടെക്സ്റ്റ് കിട്ടും. ഡീക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റിനെയും കിട്ടും. ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കീ 3 വെച്ച് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെ സിമ്പിളായുള്ളൊരു എൻക്രിപ്ഷനാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ABCD എന്നുള്ളത് നമ്മളിങ്ങനെ ഓർഡറിൽ ഇങ്ങനെ എഴുതി വെക്കുക. ആദ്യം ABCD എന്ന് പറഞ്ഞുള്ള ലെറ്റേഴ്സ്, നമ്മളിപ്പോൾ ഈ ലെറ്റേഴ്സ് മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആദ്യം ലെറ്റേഴ്സൊക്കെ ആദ്യം എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. ദെൻ C ആണ് ഇവിടെ പറഞ്ഞുള്ള ലെറ്റർ അല്ലേ? സോ മൂന്നാമത്തെ ലെറ്റർ കീ എന്ന് പറഞ്ഞാൽ എന്താ? 3 ആണ്. അപ്പോൾ 3 എണ്ണം 1 2 3. തേർഡ് വൺ ഏതാണ്? F ആണ്. അപ്പോൾ ഈ സിക്ക് എന്തായി വരും? F എന്ന് വരും. മനസ്സിലായോ? അതേപോലെ തന്നെ അടുത്ത ലെറ്റർ O ആണ് അല്ലേ? O കഴിഞ്ഞിട്ടുള്ള മൂന്നാമത്തെ ലെറ്റർ ഏതാണ്? R ആണ്. അപ്പോൾ ഇതിന് പകരം എന്ത് വരും? R എന്ന് വരും. മനസ്സിലായോ? അതുപോലെ M ആണ് അടുത്തത് അല്ലേ? M കഴിഞ്ഞാൽ അടുത്തത് ഏതാണ്? P ആണ്. സോ ഇങ്ങനെ എന്ത് ചെയ്യും? ഇതിനെ അങ്ങ് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ആ ഇടയിലുള്ള ഹാക്കർ അല്ലെങ്കിൽ ഓപ്പോണൻറ്റിന് ഈ ഒരു കോഡ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല? അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരും. ക്ലിയർ ആയോ? അപ്പോൾ ഇതിനെയാണ് നമ്മൾ എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഡീക്രിപ്റ്റ് ചെയ്യുമ്പോൾ ഇതിന് ബാക്ക്വേർഡ് 3 എണ്ണം ബാക്കിലേക്ക് എടുക്കും. അപ്പോൾ Fൻ്റെ 3 എണ്ണം ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ എന്താ വരുന്നത്? അല്ലേ? 1 2 3 ഏതാ? C ആണ്. അതുപോലെ Rന് എന്ത് വരും? Oയും. അപ്പോൾ ഇതിങ്ങനെ റീഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, കമ്പ്യൂട്ടർ എന്നുള്ള തന്നെ കിട്ടും അല്ലേ? പക്ഷേ ഈ ഹാക്കേഴ്സിന് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ഈ കീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ആണ് അല്ലേ? അപ്പോൾ ഇംഗ്ലീഷിൽ ടോട്ടൽ എത്ര ലെറ്റേഴ്സ് ഉണ്ടോ അത്രയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത്രയും നമുക്ക് വെച്ചിട്ട് വേണമെങ്കിൽ ട്രൈ ചെയ്തുകൂടെ? മനസ്സിലായോ? കീ 1 വെച്ചും 2 വെച്ചും അങ്ങനെ ഇംഗ്ലീഷിലെ 26 ലെറ്റർ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ? കീ 1 വെച്ചിട്ട് വേണമെങ്കിൽ ഇതിനൊന്ന് ഡീക്രിപ്റ്റ് ചെയ്ത് നോക്കാം. അതുപോലെ 2 ചെയ്ത് നോക്കാം, 3 ചെയ്യാം, 4 ചെയ്യാം. അപ്പോൾ എപ്പോഴെങ്കിലും ഒരു മീനിങ് ഫുൾ ആയുള്ള ഒരെണ്ണം കിട്ടും. ക്ലിയർ ആയോ? ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നതിനാണ് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഇതൊക്കെ വളരെ ബേസിക് ആയുള്ള കാര്യമാണ്. നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റ് എന്താണ്? സിഫർ ടെക്സ്റ്റ് എന്താണ്? എങ്ങനെയാണ് ബേസിക് ആയുള്ള ഒരു എൻക്രിപ്ഷൻ നടക്കുന്നത്? ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് എന്താണ്? ഇതൊക്കെയാണ് നമ്മളിപ്പോൾ ഈ പഠിച്ചത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഈ ക്രിപ്റ്റോഗ്രഫിക്ക് തന്നെ മെയിനായിട്ട് 2 ബ്രാഞ്ചസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് നോർമൽ ക്രിപ്റ്റോഗ്രഫിയും പിന്നെ ക്രിപ്റ്റോ അനാലിസിസുമാണ്. ഇങ്ങനെ 2 ബ്രാഞ്ചസ് ആണ് ഇതിനുള്ളത്. ക്രിപ്റ്റോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ക്രിപ്റ്റോഗ്രഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആർട്ട് ആൻഡ് സയൻസ് ഓഫ് മേക്കിംഗ് എ ക്രിപ്റ്റോ സിസ്റ്റം. ഞാൻ ഈ പറഞ്ഞ പോലത്തെ ഒരു ക്രിപ്റ്റോ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആർട്ട് അല്ലെങ്കിൽ ഒരു സയൻസ് ആണ്. ഇൻഫോർമേഷൻ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുക. നമ്മളിപ്പോൾ നേരത്തെ അയച്ചത് വളരെ സിമ്പിളായുള്ള കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ വേർഡാണ് അല്ലേ. ഇതുപോലെ ഇതല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ സെൻസിറ്റീവായുള്ള ഡാറ്റ, ഫിനാൻഷ്യൽ ഡാറ്റയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള ഡാറ്റയൊക്കെ സെൻഡ് ചെയ്യുമ്പോൾ ആ ഇൻഫോർമേഷൻ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യണ്ടേ. അങ്ങനെ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ബിൽഡ് ചെയ്യണം? ഒരു ക്രിപ്റ്റോ സിസ്റ്റം. ക്രിപ്റ്റോ സിസ്റ്റം ഞാൻ ഓൾറെഡി പറഞ്ഞു, എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും ഒക്കെ ഉള്ള സിസ്റ്റമാണ് അല്ലേ. അത്തരത്തിലുള്ള സിസ്റ്റം ബിൽഡ് ചെയ്യണം. അത് ബിൽഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ആർട്ട് സയൻസ് ആണ്, ആർട്ട് ആൻഡ് സയൻസ് ആണ് ആക്ച്വലി ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്നത്. അപ്പോൾ ക്രിപ്റ്റോഗ്രഫി ഡീൽസ് വിത്ത് ദ ആക്ച്വൽ സെക്യൂറിങ് ഓഫ് ഡിജിറ്റൽ ഡാറ്റ. അവിടെ ഡിജിറ്റൽ ഡാറ്റ സെക്യൂർ ചെയ്യാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടെ മാത്തമെറ്റിക്കൽ അൽഗോരിതംസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് വളരെ സിമ്പിൾ ആയുള്ളവരെണ്ണായിരുന്നു, പക്ഷേ മാത്തമെറ്റിക്കൽ അൽഗോരിതംസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇൻഫോർമേഷൻ സെക്യൂരിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ക്രിപ്റ്റോ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ക്രിപ്റ്റോഗ്രഫിയുടെ ഒരു ബ്രാഞ്ചാണ്. ഇവിടെ ക്രിപ്റ്റോഗ്രഫിക് പ്രോസസ് റിസൾട്ട്സ് ഇൻ ദ സിഫർ ടെക്സ്റ്റ് ഫോർ ട്രാൻസ്ഫോർമേഷൻ ഓർ സ്റ്റോറേജ്. ഇറ്റ് ഇൻവോൾവ്സ് എ സ്റ്റഡി ഓഫ് ക്രിപ്റ്റോഗ്രാഫിക് മെക്കാനിസം വിത്ത് ദ ഇൻറ്റൻഷൻ ടു ബ്രേക്ക് ദം. അതായത് നമ്മളിത് അനലൈസ് ചെയ്യാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സിഫർ ടെക്സ്റ്റിനെ അനലൈസ് ചെയ്ത് അതിനെ എങ്ങനെ ഡീകോഡ് ചെയ്തെടുക്കാം, എങ്ങനെ അതിനെ ബ്രേക്ക് ചെയ്തെടുക്കാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ബ്രേക്കിംഗ് ദ സിഫർ ടെക്സ്റ്റ് അല്ലെ. ആ ഒരു ആർട്ട് ആൻഡ് സയൻസിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ക്രിപ്റ്റോ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രിപ്റ്റോഗ്രഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേക്കിംഗ് ക്രിപ്റ്റോ സിസ്റ്റം അല്ലെ. ക്രിപ്റ്റോ സിസ്റ്റം മേക്ക് ചെയ്യുന്നതിൻ്റെ ആർട്ട് ആൻഡ് സയൻസ് ഒക്കെ ആണല്ലോ മേക്കിംഗ് എ ക്രിപ്റ്റോ സിസ്റ്റം അല്ലെ. ഇവിടെയാണെങ്കിലോ ബ്രേക്കിംഗ് ദ സിഫർ ടെക്സ്റ്റ്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കാം. ഇനി ഒരു ഇൻഫോർമേഷൻ സെക്യൂരിറ്റി സിസ്റ്റത്തിൻ്റെ എലമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ സെക്യൂരിറ്റി എന്ന വാക്കിൻ്റെ മീനിങ് തന്നെ എന്താണ്? ക്വാളിറ്റി ഓർ സ്റ്റേറ്റ് ഓഫ് ബീങ് സെക്യൂർ അല്ലേ. ദാറ്റ് ഈസ് ടു ബി ഫ്രീ ഫ്രം എനി ഡേഞ്ചർ. ഒരു ഡേഞ്ചറും ഇല്ലാതെ ആർക്കും അറ്റാക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ ഡാറ്റേനെ ഇരുത്താൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് സെക്യൂർ ആയിട്ടാണുള്ളതെന്ന് പറയാം അല്ലേ. അപ്പോൾ നമുക്ക് ചില ആളുകളൊക്കെ ഹാംഫുള്ളി ഇൻറ്റൻഷനലി ഒക്കെ എന്ത് ചെയ്യാം? ഹാം ചെയ്യാനൊക്കെ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അൺഇൻറ്റൻഷനലി ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഇത് നമ്മുടെ ഡാറ്റ ഹാക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കാം അല്ലേ. അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ഡാറ്റയ്ക്ക് സെക്യൂരിറ്റി ത്രെഡ്സ് വരാനൊക്കെ ചാൻസസ് ഉണ്ട്, അറിഞ്ഞോ അറിയാതെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോട്ട് ഓൺലി പ്രൊട്ടക്ട് നെറ്റ്വർക്ക് ബട്ട് ഓൾസോ അലോ ദ ഓതറൈസ്ഡ് പീപ്പിൾ ടു ആക്സസ് യുവർ നെറ്റ്വർക്ക്. നമ്മുടെ നെറ്റ്വർക്കിലേക്ക് ആർക്കാണോ ആക്സസ് ചെയ്യേണ്ടത് അവരെ അലോട്ട് ചെയ്യുകയും ആരൊക്കെ ആക്സസ് ചെയ്യാൻ പാടില്ല അൺഓതറൈസ് ആയുള്ള ആളുകളെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം കൂടിയാണ്. അപ്പോൾ നെറ്റ്വർക്കിനെ പ്രൊട്ടക്ട് ചെയ്താൽ മാത്രം പോരാ, ഓതറൈസേഷൻ എന്ന് പറഞ്ഞ കാര്യം കൂടെ വരുന്നുണ്ട്. ദോസ് ഹു ആർ എന്താണ് ആർക്കൊക്കെയാണ് പെർമിഷൻ ഗ്രാൻഡ് ചെയ്തുള്ളത് അവർക്കൊക്കെ കിട്ടുന്ന രീതിയിലും സെറ്റ് ചെയ്യണം. അപ്പോൾ ഇൻഫോർമേഷൻ സെക്യൂരിറ്റിയുടെ എലമെന്റ്സ് എന്തൊക്കെയാണ്? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എലമെന്റ്സ് ഓഫ് ഇൻഫോർമേഷൻ സെക്യൂരിറ്റി ഇത് MCQ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. 3 എണ്ണമാണ് നമുക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. കോൺഫിഡൻഷ്യാലിറ്റി, ഇൻറ്റഗ്രിറ്റി അല്ലേ. കോൺഫിഡൻഷ്യാലിറ്റി, ഇൻറ്റഗ്രിറ്റി, അവൈലബിലിറ്റി. കോൺഫിഡൻഷ്യാലിറ്റി, ഇൻറ്റഗ്രിറ്റി, പിന്നെന്താണ്? അവൈലബിലിറ്റി. ഈ 3 എണ്ണം മറക്കാതെ പഠിച്ചു വെക്കുക കേട്ടോ. കോൺഫിഡൻഷ്യാലിറ്റി, ഇൻറ്റഗ്രിറ്റി, അവൈലബിലിറ്റി. ഇതിനെ ഷോർട്ട് ആക്കിയിട്ട് CIA ട്രേഡ്സ് എന്ന് വിളിക്കാറുണ്ട്. CIA ട്രേഡ് ഒരു ട്രയാങ്കിൾ പോലെയാണ് ഇതിനെ നമ്മൾ വരച്ചു വയ്ക്കാറ്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയായിരിക്കും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഓരോന്നും നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. ഒരു സ്ഥലത്ത് കോൺഫിഡൻഷ്യാലിറ്റി, മറ്റു സ്ഥലത്ത് ഇൻറ്റഗ്രിറ്റി, ഇവിടെ എന്താണ്? അവൈലബിലിറ്റി. ഈ 3 എണ്ണമാണ്, ഈ 3 പോളിസീസ് ആണ് എന്തിനു വേണ്ടത്? ഒരു ഓർഗനൈസേഷനിലെ ഇൻഫോർമേഷൻ സെക്യൂർ ആയിട്ടിരിക്കാൻ വേണ്ടത്. സോ എന്താണ് ഈ കോൺഫിഡൻഷ്യാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കോൺഫിഡൻഷ്യാലിറ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള സെക്യൂരിറ്റി ആസ്പെക്ട്സ്. കാരണം എന്താണ്? ഈ ഇൻഫോർമേഷൻ ആക്സസബിൾ ആവേണ്ടത് ആർക്കാണ് ഓതറൈസ് ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ ഒരു മാനേജർക്ക് ആക്സസ് ഉള്ള ഫയൽ അയാൾക്ക് മാത്രമാണ് ആക്സസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അതിൻ്റെ താഴെ എല്ലാ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അതിന് ആക്സസ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഓതറൈസ്ഡ് പേഴ്സൺസിന് ആക്സസ് കൊടുക്കുക നെറ്റ്വർക്ക്. അൺഓതറൈസ്ഡ് ആയുള്ള ഇൻഡിവിജ്വൽ വരികയാണ് അല്ലെങ്കിൽ ഗ്രൂപ്പ് വരികയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ഡാറ്റ എന്ത് ചെയ്യാൻ പാടില്ല? കാണാൻ പാടില്ല അല്ലേ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് കോൺഫിഡൻഷ്യാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിപ്റ്റോഗ്രഫിയും ഇൻഫോർമേഷൻ സെക്യൂരിറ്റിയും ക്രിപ്റ്റോഗ്രഫി ആൻഡ് ഇൻഫോർമേഷൻ സെക്യൂരിറ്റിയിൽ ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാലിഡിറ്റി ഓഫ് ഡാറ്റയാണ് ഈ ടേം. വാലിഡിറ്റി, ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വാലിഡിറ്റി ഓഫ് ഡാറ്റ. ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാലിഡിറ്റി ഓഫ് ഡാറ്റയാണ്, ഡാറ്റയുടെ വാലിഡിറ്റിയാണ്. അതായത്
നമ്മൾ മോഡിഫൈ ചെയ്തെന്ന് വിചാരിക്കും. മോഡിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മോഡിഫിക്കേഷൻ അതിനകത്ത് വരണം. മാത്രമല്ല മോഡിഫൈ ചെയ്യുന്നത് ആർക്കേ മോഡിഫൈ ചെയ്യാൻ പറ്റുള്ളൂ? ഓതറൈസ്ഡ് ആയുള്ള ആളുകൾക്ക് ഓതറൈസ്ഡ് ആയുള്ള രീതിയിൽ മാത്രം. ഫോർ എക്സാമ്പിൾ, എ എന്ന് പറഞ്ഞ ഒരാളുടെ അക്കൗണ്ടിൽ ഒരു 500 റുപ്പീസ് ഉണ്ടായിരുന്നു, ബിയിലൊരു 500 ഉണ്ടായിരുന്നു. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 100 റുപ്പീസ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ 400 ആവണം, ഇവിടെ എന്താവണം 600 ആവണം. മനസ്സിലായോ? അപ്പോൾ ഇൻറ്റഗ്രിറ്റി അവിടെ ആ മോഡിഫിക്കേഷൻ അപ്പുറത്തെ സ്ഥലത്തും എന്ത് ചെയ്തു? എഫക്റ്റ് ചെയ്തു. പക്ഷെ ഇത് ചെയ്യുന്നത് ആരായിരിക്കണം? ഓതറൈസ്ഡ് ആയുള്ള ആൾ തന്നെ ആയിരിക്കണം ചെയ്യുന്നത്. അൺഓതറൈസ്ഡ് ആയുള്ള ആൾക്ക് അത് ചെയ്യാൻ പറ്റരുത്. ഓക്കെ ആണല്ലോ? അതായത് ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ അപ്ഡേറ്റ് ആവാതിരിക്കരുത്, രണ്ട് സ്ഥലത്തും അപ്ഡേറ്റ് ആവാതിരിക്കുന്ന പ്രോബ്ലം വരരുത്. ദെൻ അവൈലബിലിറ്റി ആണ്. അവൈലബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിസ്റ്റം നമുക്ക് ആക്സസിബിൾ ആവുന്നതാണ്. പേര് പോലെ തന്നെ നമ്മൾ ഓതറൈസ്ഡ് പാർട്ടി ഡിമാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യണം? നമുക്ക് ആ ഒരു സിസ്റ്റം എന്തായിരിക്കണം, അല്ലെങ്കിൽ എക്യുപ്മെന്റ് ആക്സസിബിൾ ആയിരിക്കണം. ഇതിനെയാണ് അവൈലബിലിറ്റി എന്ന് പറയുക. അപ്പോൾ സെക്യൂരിറ്റി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ദർ മസ്റ്റ് ബി കോൺഫിഡൻഷ്യാലിറ്റി, ഇൻറ്റഗ്രിറ്റി ആൻഡ് അവൈലബിലിറ്റി. ഈ മൂന്നും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ഇത് എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ? ഇൻഫോർമേഷൻ നമുക്ക് സെക്യൂരിറ്റി ഇനേബിൾ ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ CIA ട്രേഡ് ഈസ് ഓൾസോ നോൺ ആസ് എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. CIA ട്രേഡിനെ വിളിക്കുന്ന വേറെ പേരെന്താണ്? അതിനെ വിളിക്കുന്ന മറ്റൊരു പേരും കൂടി ഉണ്ട്. ഒന്നുമില്ല, അതിങ്ങനെ മാറ്റി കഴിഞ്ഞാൽ മതി. AIC ട്രേഡ് എന്ന് വിളിക്കും. എന്ന് വെച്ചാൽ അവൈലബിലിറ്റി, ഇൻറ്റഗ്രിറ്റി, കോൺഫിഡൻഷ്യാലിറ്റി ഇങ്ങനെയും പറയാറുണ്ട്. CIA ട്രേഡിനെ വിളിക്കുന്ന മറ്റൊരു പേരാണെന്ത്? AIC എന്ന് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ ഇത് മാറിപ്പോവരുത്, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഡാഷ് ഈസ് എ വയലന്റ് ആക്ട് ഡൺ യൂസിങ് ദ ഇന്റർനെറ്റ് വിച്ച് either threatens any technology user or leads to loss of life, otherwise harms anyone in order to accomplish political gain. അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ അതിനെ പറയുന്ന പേരാണിത് സൈബർ ടെററിസം എന്നാണ് അതിനെ വിളിക്കുക. സൈബർ ടെററിസം, അതായത് സൈബർ ടെററിസം എന്നതൊന്നും നോക്കി വെക്കണം. സൈബർ ടെററിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ ഇന്റർനെറ്റ് ടെററിസം ആണ് സൈബർ ടെററിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇൻഡിവിജ്വൽസും ഗ്രൂപ്പ്സും ഒക്കെ എന്താണ് മിസ്യൂസ് ആയി പോവുകയാണ് അല്ലേ. അതായത് ഈ ടെററിസം എന്തിൻ്റെ കേസിൽ വരിക? ഇന്റർനെറ്റ് അല്ലെങ്കിൽ ടെക്നോളജിയുടെ കേസിൽ വരുന്നതാണ്. ഒരാളുടെ ലൈഫിനെ വരെ ബാധിക്കാൻ സാധ്യത ഉള്ളതും കൂടിയാണ് ഈ പറഞ്ഞ കാര്യം. ഓക്കെ ആണല്ലോ? ഇനി കമ്പോണൻസ് ഓഫ് ക്രിപ്റ്റോഗ്രഫി. എന്തായാലും ഒരു സെൻഡറും ഉണ്ടായിരിക്കും, റിസീവറും ഉണ്ടായിരിക്കും അല്ലേ. അതിനിടയിലാണ് നമ്മുടെ ക്രിപ്റ്റോഗ്രഫി എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കുന്നത്. നമ്മൾ അയക്കുന്ന ടെക്സ്റ്റിനെ എന്ത് വിളിക്കുന്ന പറഞ്ഞത്? പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് വിളിക്കും അല്ലേ. ആ പ്ലെയിൻ ടെക്സ്റ്റിനെ ഒരു എൻക്രിപ്ഷൻ അൽഗോരിതത്തിലേക്ക് നമ്മളൊരു കീ യൂസ് ചെയ്തിട്ട് പാസ് ചെയ്യും എന്നാണ് പറഞ്ഞത് അല്ലേ. നമ്മൾ നേരത്തെ ചെയ്തതിൽ കീ 3 ആയിരുന്നു അല്ലേ. അപ്പം നമുക്ക് കിട്ടിയ ടെക്സ്റ്റിനെ വിളിച്ച പേരാണ് എന്ത്? സിഫർ ടെക്സ്റ്റ് എന്നുള്ളത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത് ഇടയിൽ ഇരുന്നിട്ട് ഒരു ഇന്റർസെപ്റ്റർ അല്ലെങ്കിൽ ഹാക്കർ എന്ത് ചെയ്യുന്നുണ്ടാവും? ഇതിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇത് ആർക്കാണ് ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ? റിസീവർക്കാണ് അതിനെ ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. യൂസിങ് ദ സെയിം കീ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ കേസിൽ സെയിം കീ ആയിരുന്നു അല്ലേ. സെയിം കീ അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും, അത് നമ്മൾ പഠിക്കും. അപ്പോൾ നമുക്ക് തിരിച്ച് കിട്ടുന്ന സംഭവമാണ് എന്ത്? പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതാണ് കമ്പോണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തൊരു പ്ലെയിൻ ടെക്സ്റ്റ് ഉണ്ടായിരിക്കും, എൻക്രിപ്ഷൻ അൽഗോരിതം അല്ലെ. എൻക്രിപ്ഷൻ അൽഗോരിതം എന്ന് പറഞ്ഞാൽ ഒരു മാത്തമെറ്റിക്കൽ പ്രോസസ്സാണ്. നമ്മുടെ സിഫർ ടെക്സ്റ്റ് പ്രൊഡ്യൂസ്, നമ്മളൊരു പ്ലെയിൻ ടെക്സ്റ്റ് കൊടുത്തിട്ട് നമുക്കൊരു സിഫർ ടെക്സ്റ്റ് തരുന്ന ഒരു മാത്തമെറ്റിക്കൽ അൽഗോരിതം. ഇവിടെ നമ്മൾ ഇൻപുട്ടായിട്ട് എന്തും കൂടെ കൊടുക്കുന്നുണ്ട്? ഒരു എൻക്രിപ്ഷൻ കീയും കൂടെ കൊടുക്കുന്നുണ്ട്. അത് രണ്ട് സൈഡിലും സെയിം വരാം, ഡിഫറെൻറ്റ് വരാം കേട്ടോ. അത് നമ്മൾ പഠിക്കും. പിന്നെ സിഫർ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സ്ക്രാമ്പിൾഡ് വേർഷൻ ഓഫ് ദ പ്ലെയിൻ ടെക്സ്റ്റ് ആണ്. പ്ലെയിൻ ടെക്സ്റ്റിനെ അങ്ങനെ സ്ക്രാമ്പിൾ ചെയ്തിട്ട് വേറൊരു ഫോമിലേക്ക് മാറ്റിയതാണ് അല്ലേ. അപ്പോൾ സിഫർ ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ്? എൻക്രിപ്റ്റ് ചെയ്ത് കിട്ടുന്നതാണ്. സോ അതുപോലെ തന്നെയാണ് ഡീക്രിപ്ഷൻ അൽഗോരിതം എന്ന് പറഞ്ഞാൽ മാത്തമെറ്റിക്കൽ പ്രോസസ്സാണ്. ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സിഫർ ടെക്സ്റ്റ്. നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണ്? നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റുമാണ്. ഇവിടെ ഒരു കീ നമ്മൾ യൂസ് ചെയ്യും, ഡീക്രിപ്ഷൻ കീ എന്നാണ് അതിനെ വിളിക്കുക. ദെൻ എൻക്രിപ്ഷൻ കീ അറിയാലോ അല്ലെ. ഒരു വാല്യൂ ആണ്, സെൻഡർക്ക് അറിയുന്ന ഒരു വാല്യൂ ആണ്. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റിനെ എന്താക്കി മാറ്റുന്നത്? നമ്മുടെ സിഫർ ടെക്സ്റ്റ് ആക്കി മാറ്റുന്നത്. ദെൻ ഡീക്രിപ്ഷൻ കീ ഉണ്ട്. ഇതും ഒരു വാല്യൂ തന്നെയാണ്. ഇതെന്താണ്? റിസീവർക്ക് അറിയുന്ന ഒരു കീ ആണ് അല്ലേ. ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ സിഫർ ടെക്സ്റ്റിനെ തിരിച്ച് എന്താക്കി മാറ്റുന്നത്? നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ് ആക്കി മാറ്റുന്നത്. ഓക്കെ ആണല്ലോ? ഇനി ക്രിപ്റ്റോഗ്രഫിയുടെ ഗോൾസ് എന്തൊക്കെയാണ്? ഇതും നോക്കുക കേട്ടോ. ഗോൾസ് എന്ന് പറയുന്നത് 4
സോ ഇൻഫർമേഷൻ സെക്യൂരിറ്റി സർവീസസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന് കോൺഫിഡൻഷ്യാലിറ്റി. ഫസ്റ്റ് വൺ എന്താണ്? കോൺഫിഡൻഷ്യാലിറ്റി. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അയച്ച ഡാറ്റ മറ്റാർക്കും കിട്ടിയിട്ടില്ല, അൺഓതറൈസ്ഡ് ആയ ആളുകൾക്കൊന്നും കിട്ടിയിട്ടില്ല, പ്രൈവസി ഒക്കെ ഓക്കെയാണ് എന്ന് പറയുന്നതാണ് കോൺഫിഡൻഷ്യാലിറ്റി. രണ്ടാമത്തത് ഡാറ്റ ഇൻറ്റഗ്രിറ്റി ആണ്. ഇത് ഓൾറെഡി പറഞ്ഞു അല്ലേ, എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചേഞ്ച് എന്ത് വരണം, അപ്പുറത്തെ എഫക്റ്റ് ചെയ്യണം. ഒരു ഓതറൈസ്ഡ് ഒരാൾ വരുത്തുന്ന ചേഞ്ച് എന്തായിരിക്കണം, അതിനകത്ത് വരണം അല്ലേ. ഡാറ്റ ചിലപ്പോൾ മോഡിഫൈ ചെയ്യുന്നത് എന്തായിരിക്കും, ഒരു ഇൻറ്റൻഷനലിയോ ആക്സിഡൻ്റലിയോ ഒക്കെ അൺഓതറൈസ്ഡ് ആയുള്ള ആളുകൾ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, എഫക്റ്റ് ചെയ്യാൻ പാടില്ല. ദെൻ ഒതൻറ്റിക്കേഷൻ ആണ്. ഒതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ അതായത് കൺഫേം ചെയ്യാണ് റിസീവർ കറക്റ്റ് ആൾ തന്നെയാണ് നമുക്ക് ഡാറ്റ അയച്ചത് അല്ലേ, അത് ഉറപ്പ് വരുത്തുന്നതാണ്. അപ്പോൾ അതിൽ മെസ്സേജ് ഒതൻറ്റിക്കേഷൻ വരുന്നുണ്ട്, എൻറ്റിറ്റി ഒതൻറ്റിക്കേഷൻ വരുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒതൻറ്റിക്കേഷൻ സർവീസസ് ഒതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, വിച്ച് ഇസ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഒറിജിനേറ്റർ. ആരാണ് ഡാറ്റ അയക്കുന്നത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് ഒതൻറ്റിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ കൺഫേം ചെയ്യുന്നത് റിസീവർ തന്നെയാണോ ഡാറ്റ റിസീവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സെൻഡർ തന്നെയാണോ അയക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓതറൈസ് ചെയ്യാണ്. അപ്പോൾ അത് മെസ്സേജ് ഒതൻറ്റിക്കേഷൻ ഉണ്ട്. അതായത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് നമ്മുടെ ഒറിജിനേറ്റർ ഓഫ് ദ മെസ്സേജ് വിത്തൗട്ട് എനി റിഗാർഡ് റൗട്ടർ ഓർ ദ സിസ്റ്റം ദാറ്റ് ഹാസ് സെൻഡ് ദ മെസ്സേജ്. അതായത് ആ മെസ്സേജ് അയച്ചത് ഇന്ന ആൾ തന്നെയാണ് എന്ന് ഉറപ്പ് വരുത്തുകയാണ്. അതേപോലെ തന്നെ ഡാറ്റ റിസീവ് ചെയ്തത് കറക്റ്റ് ആളിൽ നിന്നാണ്. അങ്ങനത്തെ രണ്ട് കാര്യങ്ങളാണ്. അപ്പം മെസ്സേജ് വാലിഡ് ആയുള്ള മെസ്സേജ് ആണോ എന്നുള്ളത് നോക്കുന്നതുകൊണ്ട്, അതുപോലെ തന്നെ കറക്റ്റ് ആൾ തന്നെയാണോ ഡാറ്റ അയച്ചത് എന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് തരത്തിലുള്ള ഒതൻറ്റിക്കേഷൻ ഉണ്ട്, മെസ്സേജ് ഒതൻറ്റിക്കേഷനും അതുപോലെ തന്നെ എന്താണ് എൻറ്റിറ്റി ഒതൻറ്റിക്കേഷനും. പിന്നെ നോൺ റെപ്യൂഡിയേഷൻ. നോൺ റെപ്യൂഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ലീഗൽ കോൺസെപ്റ്റ് ആണ്. ഇത് ഇൻഫർമേഷൻ സെക്യൂരിറ്റിയിൽ വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റും കൂടിയാണ്. ഇത് ഒരു പ്രൂഫാണ് ശരിക്കും, നമ്മുടെ ഡാറ്റ വന്നതിൻ്റെ ഒരു പ്രൂഫ് ഓഫ് ദ ഒറിജിൻ ഓഫ് ഡാറ്റ ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഡാറ്റ. ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലീഗൽ കോൺസെപ്റ്റും കൂടിയാണ്. സോ ആ പേരുകൾ മാത്രമാണ് നമ്മളിപ്പോൾ മെയിനായിട്ട് പഠിച്ചു വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിൽ ഗോൾസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ക്വസ്റ്റ്യൻ വരിക താഴെ തന്നതിൽ ഏതൊക്കെയാണ് ഗോൾസ് ഓഫ് ക്രിപ്റ്റോഗ്രഫി എന്ന് പറഞ്ഞൊക്കെ ആയിരിക്കും തരുന്നത്. അപ്പോൾ കോൺഫിഡൻഷ്യാലിറ്റി, ഡാറ്റ ഇൻറ്റഗ്രിറ്റി, പിന്നെ കോൺഫിഡൻഷ്യാലിറ്റി, സെക്യൂരിറ്റിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറിയൊക്കെ തരും. എന്നിട്ട് 1 and 2 ആ രീതിയിലൊക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ അത് പഠിച്ചു വയ്ക്കാം. ദെൻ അറ്റാക്സ്. അറ്റാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആക്ഷനാണ്. നമ്മുടെ ഡാറ്റ സെക്യൂരിറ്റിക്ക് ത്രെട്ടൻ ചെയ്യുന്ന ഒരു ആക്ഷനാണ് അറ്റാക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ അറ്റാക്ക്, നമ്മൾ ഈ സീക്രട്ടായി അയക്കുന്ന മെസ്സേജ് ഇവർ അറ്റാക്ക് ചെയ്യുന്നത് രണ്ട് രീതിയിലാണ് വരിക. ഒന്നുകിൽ ആക്റ്റീവ് അറ്റാക്ക് വരും, അല്ലെങ്കിൽ പാസീവ് അറ്റാക്ക് വരും. ആക്റ്റീവ് അറ്റാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിനെ ആൾട്ടർ ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ നമ്മൾ അയച്ച ഡാറ്റയ്ക്ക് ചെറിയ പ്രോബ്ലം ഒക്കെ വരുത്തുന്നതാണ് എന്ത്, ആക്റ്റീവ് അറ്റാക്ക് എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വെച്ചാൽ മോഡിഫിക്കേഷൻ വരുത്തുന്നു, ഡാറ്റ ഫാൾസ് ആയുള്ള ഡാറ്റ അയച്ചു കൊടുക്കുന്നു, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ വരുന്ന ഫസ്റ്റ് ആക്റ്റീവ് അറ്റാക്കാണ് മാസ്കുറേഡ് എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കാം, ഈ അറ്റാക്കിനകത്ത് രണ്ട് എൻറ്റിറ്റീസിനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കണ്ടോ? അപ്പോൾ ഇവിടെ മൂന്നാമത് വന്ന ഈ ബോബ് എന്ന് പറഞ്ഞ ആൾ എന്ത് ചെയ്യാണ്, ആക്ട് ചെയ്യാണ്. ആ സെൻഡർ ആരാണ്, ലില്ലി എന്ന് പറഞ്ഞ ആളാണ് അല്ലേ, ലില്ലി. അപ്പം അവരാണ് എന്ന് ആക്ട് ചെയ്തിട്ട് ഫാൾസ് ആയിട്ടൊരു മെസ്സേജ് ഇങ്ങോട്ട് ജോൺ അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് മാസ്കുറേഡ് എന്ന് പറയുന്നത്. പിന്നെ മോഡിഫിക്കേഷൻ ഓഫ് മെസ്സേജ് ഉണ്ട്. മോഡിഫിക്കേഷൻ ഓഫ് മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെൻഡ് ചെയ്ത മെസ്സേജിനെ മോഡിഫൈ ചെയ്യാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് അയച്ച മെസ്സേജിനെ മോഡിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, റിസീവർക്ക് അയച്ചു കൊടുക്കുന്ന കോൺസെപ്റ്റാണ്. മനസ്സിലായോ? ദെൻ റീപ്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മെസ്സേജ് ഇവിടെ നിങ്ങോട്ട് വന്ന മെസ്സേജ് എന്ത് ചെയ്തു, ക്യാപ്ചർ ചെയ്തിട്ട് എന്ത് ചെയ്തു, റീസെൻഡ് ചെയ്തു. ക്യാപ്ചേഴ്സ് എ മെസ്സേജ് ആൻഡ് റീസെൻഡ് ഇറ്റ് ടു ക്യാൻ സെൻഡ് ടു മൾട്ടിപ്പിൾ ടൈംസ്. മനസ്സിലായോ? അതായത് ഇവിടെ പാസീവ് ക്യാപ്ചറാണ്, മെസ്സേജിൻ്റെ പാസീവ് ക്യാപ്ചറാണ്. എന്ന് വെച്ചാൽ ഒരു ഓതറൈസ്ഡ് എഫക്റ്റിൽ നമ്മൾ റീപ്ലൈ കൊടുക്കുന്ന കാര്യം കൂടിയാണ്. ഇവരെന്താണ് അയച്ചതെന്ന് മനസ്സിലാക്കിയിട്ട് തിരിച്ചെന്ത് ചെയ്യാണ്, ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്, റീപ്ലൈ ഫോമിൽ കൊടുക്കുകയാണ്. ദെൻ ഡിനയൽ ഓഫ് സർവീസ് ഉണ്ട്. ഡിനയൽ ഓഫ് സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യണം, ആ ഒരു ഈ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി അവിടെ പ്രിവെൻറ്റ് ചെയ്യണം, അവർക്ക് ഡാറ്റ സെൻഡ് ചെയ്യാൻ പറ്റാതിരിക്കുകയാണ്. അപ്പോൾ എല്ലാ മെസ്സേജിനും ഇങ്ങനെ സപ്രസ് ചെയ്ത് വെക്കുകയാണ്, ഒരു പർട്ടിക്കുലർ ഡെസ്റ്റിനേഷനിലേക്ക് എത്താതെ സപ്രസ് ചെയ്ത് വെക്കുക, ഡിനൈ ചെയ്യുന്നൊരു കാര്യം കൂടിയാണ് ഇതിൽ വരുന്നത്. ഓക്കെ ആണല്ലോ? പിന്നെ പാസീവ് അറ്റാക്കാണ് അടുത്തത്. പാസീവ് അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെയ്യുന്നത് എന്താണ്, നമ്മൾ നമ്മുടെ ഇൻഫോർമേഷൻ
ജസ്റ്റ് എഫക്റ്റ് ഒന്നും വരുത്തുന്നില്ല, അതായത് പ്രോബ്ലംസ് ഒന്നും വരാത്തൊരു ടൈപ്പ് അറ്റാക്സ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ അയച്ച മെസ്സേജുകൾക്കൊന്നും എന്ത് സംഭവിക്കുന്നില്ല, യാതൊരുവിധ മോഡിഫിക്കേഷനും വരുത്തുന്നില്ല, ജസ്റ്റ് ലിസൺ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ.